ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പാറു. താങ്ക് യു ഗൈസ്. വന്ന സ്ഥിതിക്ക് എന്നെ പറ്റി നല്ല 2 വാക്ക് പറഞ്ഞിട്ട്. അതെ അതെ അതെ. എന്താണ് പാറുവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? എനിക്കില്ല പറയാൻ ഒരു അഭിപ്രായമില്ല. പാർവതി ബാബുവിനെ നമ്മൾ പരിചയപ്പെടുന്നത് അയൽവാസിയുടെ സെറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് തുടങ്ങി ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എപ്പോഴും നമ്മൾ കൂടുമ്പോഴൊക്കെ വളരെ വളരെ എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു ഗ്യാങ് ഫോമായി ആ സെറ്റിൽ വെച്ച് തന്നെ. ഞങ്ങൾ 3 പേരായിരുന്നു ഫ്രണ്ട്സായിട്ട് ഉണ്ടായിരുന്നത് ആ സിനിമയിൽ. അപ്പോൾ അങ്ങനെ എല്ലാ ബ്രേക്കിലും നമ്മളിരുന്ന് ഊണോ കാർഡ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് പാർവതിനെ അറിയുന്നത്. പിന്നെ പാർവതിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് കാര്യം ചെയ്യുന്നതിലും പാർവതിയുടെ 100% ഇടും. അപ്പോൾ അത് ഞാൻ വളരെയധികം പാർവതി കുറേ രീതിയിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഏജിൽ തന്നെ ഇത്രയൊക്കെ ചെയ്യുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇവിടെ ഷോ ചെയ്യുന്നു, പിന്നെ സിനിമകളും ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിലും വളരെ ജെന്യുവനും സിൻസിയറും ആയിട്ട് ഫുൾ എഫേർട്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു കുട്ടിയാണ് പാർവതി ബാബു. അല്ല, സത്യം പറഞ്ഞാൽ മതി. എന്നെ ഇവിടെ പൊക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പാറുവിനെ ഇപ്പോൾ ധ്വനി പറഞ്ഞ പോലെ നമ്മൾ അയൽവാസി എന്ന് പറയുന്ന പടത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം അഖിലയും ധ്വനിയും പാറും ഒക്കെ ആയിരുന്നു അതിൽ മെയിനായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ദിവസം ഞാനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പാർവതിനെ കാണുന്നത്. അതിനു മുന്നേ പാർവതിയുടെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഫാനായിരുന്നു. അപ്പം അതിന് ശേഷമാണ് പാർവതി നമ്മുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. അതോടെ തീർന്നു. അല്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞു ഫാൻ ആയിരുന്നു. ശേഷം അതോടെ അത് മാറിക്കിട്ടി അല്ലേ. അതിപ്പോ നല്ലൊരു പെങ്ങളൂട്ടിയാണ്, നല്ലൊരു ഫ്രണ്ടാണ്. പാറു അടിപൊളിയാണ്. ഓ പാറു എത്ര പൈസ കൊടുത്താ ഇവരെ സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നു? അല്ല, ഇത്രേ ഉള്ളോ പാറുവിന്റെ ആളുകള്? കൂടി വിളിക്കണം. നമുക്ക് കുറച്ചും കൂടെ വേണ്ടേ? ഒരു ഗും വേണ്ടേ? ഒരു ഗും. അല്ലാതെ നിക്ക്, അങ്ങനെ പോലെ അനുഭവിച്ചിട്ട് പോ. വിളിക്കണം, വിളിച്ചാൽ പറ്റത്തുള്ളൂ. നിന്നോടല്ലേ ഞാൻ ചോദിച്ചു ആരെയും വന്നിട്ടുണ്ടാന്ന്. അപ്പൊ അവള് പറഞ്ഞു ആരും വന്നില്ല എന്ന്. ഇത് നീ പോയില്ലേ? ആരും പോയില്ല, എല്ലാരും ഇവിടെ ഉണ്ട്. ഞെട്ടിയാ? ആ, ഇനി പറ ആരാന്ന്. ഇനി പറ. ഇത് സെബാറ്റിനി. എന്റെ 12 years ആയിട്ടുള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണിത്. സ്കൂൾ തൊട്ട് ഞങ്ങള് 9th തൊട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും. ഞാൻ ഇവളുടെ വീട്ടിലായിരുന്നു. എന്നിട്ട് ഇന്നലെ രാവിലെ 10:30 ഇവളുടെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബൈ ഒക്കെ പറഞ്ഞിട്ട് ആള് പോയി. എങ്ങോട്ട് പോകുന്നത് പറഞ്ഞ? മാൾട്ട. അവൾ അവിടെയാണ് പഠിക്കുന്നതും പഠിച്ചു കഴിഞ്ഞപ്പോ വർക്ക് ചെയ്യുന്നതൊക്കെ അവിടെയാണ്. ഇറ്റലിയിൽ പഠിച്ച് മാൾട്ടയിലാണ് അവൾ വർക്ക് ചെയ്തോണ്ടിരിക്കണേ. അവള് തിരിച്ചു പോവാണെന്ന് പറഞ്ഞേ. ശരിന്ന് പറഞ്ഞു വിട്ടോള്. എന്താണ് ഈ ഒരു ഡേ പാർവതിയെ പറ്റി പറയാനുള്ളത്? സെബാറ്റിനി പറയൂ. എങ്ങനെയായിരുന്നു 9th സ്റ്റാൻഡേർഡിലുള്ള പാറു? ആക്ച്വലി ഞാൻ ന്യൂ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ 9th ആ സ്കൂളിലേക്ക് ചെല്ലുന്നത്. അപ്പോ കുറച്ച് പേടിയായിരുന്നു. നമുക്ക് എങ്ങനെയായിരിക്കും ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക് ടൈം ആയപ്പോ ഒരാൾ എന്റെ അടുത്തേക്ക് വന്നു. എന്ന് ചോദിച്ചു, പുറത്തു പോവാ? അപ്പോഴേ പുറത്തു പോവല. നമുക്കൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അങ്ങനെ പോയി നിൽക്കും. അപ്പൊ ഞാൻ ന്യൂ ആയതുകൊണ്ട് എനിക്ക് പോയി നിൽക്കാനൊക്കെ പേടിയായിരുന്നു. അങ്ങനെയാണ് പാർവതിയായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നടന്ന ചരിത്രം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അത് മയക്കുമരുന്ന് തന്നോ? അല്ല സെബാറ്റിനി ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു? ഇപ്പൊ ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹെർ. ആക്ച്വലി ഇംഗ്ലീഷാ അത്ര അറിയാവൂ. നല്ലത് പറയുമ്പോ 2 ഇംഗ്ലീഷ് പറയാം. ഇല്ല,
പണ്ടേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ അവള് ഭയങ്കര ആക്റ്റീവാണ്. ലൈക്ക് ഇങ്ങനെ ആക്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ആള്. സോ ഇങ്ങനെ ഇപ്പോ ഇങ്ങനെ ഒരു നിലയിൽ കാണുന്നതിൽ ഐ എം റിയലി ഹാപ്പി. ഇത് ഇപ്പൊ എത്രാമത്തെ നിലയായിരുന്നു? ഇനി പോവാനുണ്ട് ആക്ച്വലി. പാറു വളർന്ന് പന്തലിക്കും. പോവാനുണ്ട്. കേക്ക് എവിടെ? കേക്ക് കിട്ടേണ്ട നമുക്ക്. ഞാൻ കൊണ്ടുവരണമായിരുന്നോ? പിന്നെ എടി, നിന്റെ ബർത്ത്ഡേക്ക് പിന്നെ നമ്മൾ ഞങ്ങളാണ് കേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവിടുന്ന് കേക്ക് വന്നില്ലേ? എന്നാ കേക്ക് കേക്ക് വരട്ടെ. ഒരു കേക്ക് പോരട്ടെ. പാറു, ആ, പെട്ടെന്ന് ഇത് ആരാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേക്ക് മുറിക്കാം. അയ്യോ മാമിന്റെ കൈവേന എടുക്കില്ലേ? അയ്യോ എന്തൊരു മര്യാദ. മാം എന്താ പഠിപ്പിച്ചത്? ഇത് അപർണ മാം, ഞങ്ങളുടെ അമൃത കോളേജിലെ 3 വർഷം, എനിക്ക് തോന്നുന്നു ഒരു കോളേജിൽ ഓരോ വർഷം ഓരോ കോർഡിനേറ്റേഴ്സ് ആണ് വരിക. പക്ഷെ 3 വർഷം ഞങ്ങളുടെ കോർഡിനേറ്റർ ആയിട്ടിരുന്ന മാമാണിത്. ഞങ്ങൾക്ക് അമ്മയെ പോലെയാ. കോളേജ് കഴിഞ്ഞിപ്പോ ഇത്രയും വർഷമായിട്ടും ഇപ്പൊ എന്റെ എല്ലാവരുടെയും അതെ, ഇപ്പൊ എന്റെയൊക്കെ ലൈഫിൽ എന്ത് പുതിയ കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിച്ച് പറയുന്നത് മാമിനെയാണ്. പിന്നെ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഇത് ഐശ്വര്യ, ഇത് ഗോപിക, ഇതും ഗോപിക, ഇത് കാവ്യാഞ്ജലി. ഇനി കുറച്ചുപേരുണ്ട് പക്ഷെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. മിക്കവാറും കാണും, ആ ബാക്ക് ഡോറിൽ നോക്കിയാൽ മതി. കേക്ക് മുറിച്ച് തിന്നാൻ വരും പാറു. അതെ, ഇല്ലില്ല നമുക്ക് കട്ട് ചെയ്യാം. പാറു, നടുമുടി വേണു അദ്ദേഹം സിനിമയിൽ പറയില്ലേ, എനിക്ക് ഒരു മകൻ കൂടി ഉണ്ട് പറയില്ലേ. ഓ ഇനി ഒരു ഗസ്റ്റ് കൂടി ഉണ്ട്, അവര് കൂടി വന്നാലേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല ചേട്ടാ. മേലേക്കൊക്കെ നോക്കിക്കോ. വല്ലോ ചാടും തലേ. അതെ അതെ. എന്റെ പിട വല്ലതാണോ? എന്റെ ദൈവമേ, പാറുവിന്റെ ശബ്ദം നമ്മൾ കേട്ട് കേട്ട് വിഷമിച്ചതാ. പാറുവിന്റെ അമ്മയുടെ ശബ്ദം എങ്ങനെയുണ്ട്? ഹാപ്പി ബർത്ത്ഡേ. 5 മിനിറ്റ് പ്രസംഗം ഉണ്ടാവുന്ന പറഞ്ഞു. അമ്മ എന്നെ പറ്റി പറയാൻ കിട്ടിയ അവസരം അമ്മ പൊളിക്ക്. അല്ല, ഈ ബർത്ത്ഡേ എല്ലാ ബർത്ത്ഡേനേക്കാളും ഇന്നൊരു സ്പെഷ്യലാണ്. എല്ലാ വർഷവും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എപ്പോഴും ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണിത്. പ്രത്യേകിച്ച് മിസ് ആണ്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും താങ്ക് യു അമ്മേ. അല്ല, ഞാൻ പാർവതിയെ 3 വർഷം പഠിപ്പിച്ചു. ഓരോ വർഷവും ഞാൻ ആങ്കറിംഗ് എന്നുള്ള സബ്ജക്റ്റ് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഏത് കുട്ടി. അപ്പം നമുക്ക് എന്തായാലും എവിടുന്നെങ്കിലും ഒക്കെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ മിസ്സേന്ന് ചോദിച്ച് വിളി വരുമ്പം നമ്മൾ ഓരോരുത്തരെ ഒരുപാട് പേര് ഇപ്പം പല ചാനൽസിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പാർവതി വലിയൊരു അഭിമാനമാണ്. അത് പാർവതി മാത്രമല്ല, എല്ലാ സ്റ്റുഡൻസും അഭിമാനമാണ്. പക്ഷേ നമ്മൾ സാധാരണ പറയാറില്ലേ, മക്കളിലൂടെയാണ് അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിക്കാറുള്ളതെന്ന്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിലൂടെയാണ് സാധിക്കുന്നത് സത്യത്തിൽ. കാരണം ഞാനിപ്പം ശരത് സാറിനെ കാണണം, ഹരിശങ്കറിനെ കാണണം, ഷാൻജിയെ കാണണം. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. എനിക്കിവിടെ ഇപ്പോൾ വന്ന് നിൽക്കാൻ പറ്റിയത് പാർവതി കാരണമാണ്. അപ്പോൾ അത് എനിക്ക് ആസ് എ ടീച്ചർ അതെനിക്ക് വലിയൊരു അഭിമാനം തരുന്നൊരു സമയമാണ്. അപ്പോൾ എന്തായാലും പാർവതി ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് എൻ്റെ ബർത്ത്ഡേ വന്ന് സെലിബ്രേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്.